രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇൻഡോറിൽ മലിനജലം കുടിച്ച ജനങ്ങൾ മരിച്ച സംഭവത്തിൽ മധ്യപ്രദേശിലെ ബിജെപി സർക്കാർ കടുത്ത പ്രതിരോധത്തിൽ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുതിർന്ന ബിജെപി നേതാവ് ഉമാ ഭാരതിയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഭഗീരഥപുരയിലെ വാർഡ് 11 നടന്ന ഈ ദുരന്തം ഭരണകൂടത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ദരിദ്രർ മരിക്കുമ്പോൾ മോദി സർക്കാർ മൗനം പാലിക്കുകയാണെന്നും ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡബിൾ എഞ്ചിൻ സർക്കാരിനാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. മധ്യപ്രദേശ് ഇപ്പോൾ ദുർഭരണത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ നിസ്സഹായരായി നിൽക്കുമ്പോൾ ബിജെപി നേതാക്കൾ അഹങ്കാരം കാണിക്കുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം സർക്കാർ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ജനങ്ങൾ ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും അത് ചെവിക്കൊള്ളാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. സാധാരണക്കാരുടെ ജീവന് സർക്കാർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നതിന്റെ തെളിവാണ് ഇൻഡോറിലെ സംഭവ വികാസങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ കടുത്ത വിമർശനവുമായി മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ഉമാ ഭാരതി രംഗത്തെത്തിയത് സർക്കാരിനെ വെട്ടിലാക്കി. മോഹൻ യാദവ് സർക്കാരിനും ബിജെപിക്കും ഈ സംഭവം വലിയ നാണക്കേടാണെന്ന് അവർ തുറന്നടിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കേവലം പരിഹാസ്യമാണെന്നും ഉമാ ഭാരതി വിമർശിച്ചു. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള ഇൻഡോർ ഇപ്പോൾ വിഷം കലർന്ന വെള്ളം ഒഴുകുന്ന ഇടമായി മാറിയിരിക്കുന്നു. ഇത് ആശങ്കയുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഒരു ജീവന്റെ വില കേവലം 2 ലക്ഷം രൂപയല്ല. മരിച്ചവരുടെ കുടുംബങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ദുഃഖത്തിന്റെ ഭാരം പേറേണ്ടി വരും. സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇൻഡോറിലെ ഭഗീരഥപുരയിലെ വാർഡ് 11 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കുടിവെള്ള പൈപ്പ് ലൈനിൽ മലിനജലം കലർന്നതാണ് വിഷബാധയ്ക്ക് കാരണമായത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ നഗരസഭയോ ജലവിഭവ വകുപ്പോ ഈ പരാതികൾ ഗൗനിച്ചില്ല. ഡിസംബർ പകുതിയോടെ സ്ഥിതിഗതികൾ വഷളായി. നർമ്മദ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഈ വാർഡിൽ വിതരണം ചെയ്യുന്നത്. ഡിസംബർ 28ഓടെ വാർഡിലെ 90% ആളുകൾക്കും വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം തുടങ്ങിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഡിസംബർ 29 ദുരന്തത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചു. സംഭവം വിവാദമായതോടെ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കുടിവെള്ള പൈപ്പ് ലൈനിന് തൊട്ടുമുകളിൽ സേഫ്റ്റി ടാങ്കില്ലാതെ നിർമ്മിച്ച ശൗചാലയത്തിൽ നിന്നുള്ള മാലിന്യം പൈപ്പിലെ വിള്ളലിലൂടെ അകത്തെത്തുകയായിരുന്നു. പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിലെ അനാസ്ഥയാണ് ഇത് വ്യക്തമാക്കുന്നത്. ജലസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ മാരകമായ രോഗകാരികളായ അണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. കുടിവെള്ള പൈപ്പും അഴുക്കുചാലും തമ്മിലുള്ള അകലം പാലിക്കണമെന്ന അടിസ്ഥാന തത്വം പോലും ഇവിടെ ലംഘിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ശുചിത്വ നഗരമെന്ന ഖ്യാതി വെറും പ്രഹസനമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ. നഗരസഭയുടെയും സർക്കാരിന്റെയും അനാസ്ഥയ്ക്കെതിരെ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. അസുഖബാധിതരായ 100 കണക്കിന് ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ശുദ്ധജല വിതരണ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. വൃത്തിയുള്ള നഗരമെന്ന പട്ടം നിലനിർത്താൻ കോടികൾ ചിലവഴിക്കുന്ന സർക്കാർ അടിസ്ഥാനപരമായ ശുചിത്വ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. ഈ ദുരന്തം വരും ദിവസങ്ങളിൽ മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.